ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ ടോപ്പിക് GST തന്നെ. GSTയിലെ പാർട്ട് 20ാണിത്. പാർട്ട് 1 തൊട്ട് 19 വരെയുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെതായി വന്ന അല്ലെങ്കിൽ TDSൻ്റെതായി വന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകളും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കാം. ഇന്നത്തെ ടോപ്പിക്ക് നോക്കുക. എന്താണ് GST ഡിപ്പാർട്ട്മെന്റ് എപ്പോഴെല്ലാം നിങ്ങളുടെ കണക്ക് ഓഡിറ്റിന് വിളിക്കാം? വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പാർട്ട് 20 എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കണക്ക് എപ്പോഴെല്ലാം GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിന് വിളിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നോക്കുക, GSTയിലെ ഓഡിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. 2 തരത്തിലുള്ള ഓഡിറ്റ് ഉണ്ടെന്ന്. അതായത് ഒന്ന്, നമ്മൾ ടാക്സ് പെയർ തന്നെ അവരുടെ ടേൺ ഓവർ അനുസരിച്ചിട്ട് CA കൊണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. മറ്റൊന്ന് GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റും ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിരിക്കും. എന്തായാലും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം GSTയിലെ ഓഡിറ്റ് എങ്ങനെയൊക്കെയാണ് നോക്കാം. ഓഡിറ്റ് അണ്ടർ GST. ഒന്നാമത്തത് ഓഡിറ്റ് ബൈ ടാക്സബിൾ പേഴ്സൺ ആസ് പെർ ത്രെഷോൾഡ് ലിമിറ്റ്. ഒന്നാമത്തത് ഓഡിറ്റ് ബൈ ടാക്സബിൾ പേഴ്സൺ ആസ് പെർ ത്രെഷോൾഡ് ലിമിറ്റ്. ഇത് ടേൺ ഓവർ ബേസ്ഡ് ഓഡിറ്റ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു ടാക്സ് പേയർക്ക് ഏതെല്ലാം അവരുടെ ത്രെഷോൾഡ് ലിമിറ്റ് ഏതൊക്കെയാണ്, 2017-18 എന്താണ്, 18-19 എത്രയാണ് അവരുടെ ത്രെഷോൾഡ് ലിമിറ്റ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടേൺ ഓവർ ബേസ്ഡ് ആയിട്ടുള്ള ഓഡിറ്റ് ടാക്സ് പെയർ ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പാർട്ട് ആരതാണ്? GST ഡിപ്പാർട്ട്മെന്റ് വകയുള്ള ഓഡിറ്റ് ആണ്. അതെങ്ങനെയാണ് നോക്കുക? ടാക്സ് ഓഡിറ്റ് ബൈ GST അതോറിറ്റീസ് ബൈ ഡിപ്പാർട്ട്മെന്റ്. ഇത് GST ഡിപ്പാർട്ട്മെന്റ് അതാണ്. അതിൻ്റെ അകത്ത് 2 തരത്തിലാണ്. ഒന്ന് ജനറൽ ഓഡിറ്റ്, ഓർഡർ ബൈ കമ്മീഷണർ. സെക്കൻഡ് സ്പെഷ്യൽ ഓഡിറ്റ് ബൈ എ CA നോമിനേറ്റഡ് ബൈ കമ്മീഷണർ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റിലെ ഓഡിറ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് ജനറൽ ഓഡിറ്റ് ആണ്. അത് എങ്ങനെയാണ്? ഓർഡർ ബൈ എ കമ്മീഷണർ. രണ്ടാമത്തത് സ്പെഷ്യൽ ഓഡിറ്റ് ആണ്. സ്പെഷ്യൽ ഓഡിറ്റ് ബൈ എ CA നോമിനേറ്റഡ് ബൈ കമ്മീഷണർ. CA ഓർ CMA, അതായത് കോസ്റ്റ് അക്കൗണ്ടന്റോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ ആരാണ് നോമിനേറ്റ് ചെയ്യുന്നത്? കമ്മീഷണർ ആണ് നോമിനേറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പഴയ രീതിയിൽ എളുപ്പമല്ല എന്നർത്ഥം. അതായത് GST ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റിലേക്ക് കടക്കുന്നതാണെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു ചെക്കിംഗ് ആയിരിക്കില്ല, വളരെ വിപുലമായ രീതിയിലുള്ള ഒരു ചെക്കിംഗ് ഉണ്ടാവുന്ന അർത്ഥം. കാരണം ഇതിനകത്ത് നോക്കുക, ജനറൽ ഓഡിറ്റ് ഓർഡർ ബൈ കമ്മീഷണർ, സെക്കൻഡ് സ്പെഷ്യൽ ഓഡിറ്റ് ബൈ എ CA ഓർ CMA നോമിനേറ്റഡ് ബൈ കമ്മീഷണർ. ഇങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് വരുന്നത്. മറ്റേതൊന്ന് നമ്മുടെ ആസ് യൂഷ്വൽ ടേൺ ഓവർ ബേസ് ആയിട്ട് ടാക്സ് പെയർ തന്നെ CA കൊണ്ട് ചെയ്യിക്കുന്ന ഓഡിറ്റ് ആണ് ഒന്നാമത്തേത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് വിളിക്കാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും, ചില പാരാമീറ്റേഴ്സ് ഉണ്ടാവും, ചില ക്രൈറ്റീരിയ ഉണ്ടാവും. അത് ആ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ എന്താണ്? ഒരു 13 പോയിന്റ് ആണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. നമുക്ക് ആ പോയിന്റുകൾ ഏതൊക്കെയൊന്ന് വിശദമായി പരിശോധിക്കാം. കാരണം ആ പോയിന്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടുകയാണെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം വന്ന് ചേരാതെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ പോയിന്റിലേക്ക് കടക്കാം. സെലക്ഷൻ ഓഫ് ഫയൽസ് ഫോർ GST ഓഡിറ്റ്. Following are the parameters can be adopted for selection of GST taxpayers for audit. ഈ താഴെ പറയുന്നതാണ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ജനറൽ ആയിട്ട് അവർ ഉപയോഗിക്കാൻ ചാൻസസ് ഉള്ളത്. ഒന്ന്, മെയിൻറ്റൈനിങ് എക്സസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കണ്ടിന്യൂസ്ലി ഡ്യൂറിംഗ് ദ ഇയർ. മെയിൻറ്റൈനിങ് എക്സസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കണ്ടിന്യൂസ്ലി ഡ്യൂറിംഗ് ദ ഇയർ. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ഒരു സാമ്പത്തിക വർഷം മുഴുവൻ എന്താണ് നിങ്ങൾക്കുള്ളത്? എക്സസ് ഇൻപുട്ട്. നമുക്കറിയാം ഒരു മാസത്തെ
GSTയിലെ ബാധ്യത വരുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്ക് സെയിലിന് മുകളിലുള്ള ടാക്സ് ആണ് നിങ്ങൾ അടക്കേണ്ടത്, അതായത് ഔട്ട്പുട്ട് ടാക്സ്. നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പർച്ചേസിനും മറ്റുള്ള എക്സ്പെൻസിനും മുകളിലുള്ള ടാക്സ് ആണ്, അതായത് ഇൻപുട്ട്. അപ്പോൾ എപ്പോഴും എക്സസ് ഇൻപുട്ട് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ എന്താണ്? കൂടുതൽ ഇൻപുട്ട്, ഔട്ട്പുട്ട് കുറവ്. ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മളെടുക്കുക എന്താ ഉള്ളത്? എക്സസീവ് ഇൻപുട്ട് ആണുള്ളത്. അങ്ങനെ ത്രൂ ഔട്ട് ദ ഇയർ പോകുന്നുണ്ടെങ്കിൽ സംശയം തോന്നിയാൽ അല്ലെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? GST ഡിപ്പാർട്ട്മെന്റ് നിങ്ങളുടെ കണക്ക് ഓഡിറ്റിന് വിളിച്ചേക്കാം. ഒന്നാമത്തെ പോയിന്റ് അതാണ്. എക്സസീവ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കണ്ടിന്യൂസ്ലി ഡ്യൂറിങ് ദ ഇയർ. ആ സാമ്പത്തിക വർഷം മുഴുവൻ എക്സസ് ആയിട്ടുള്ള ഇൻപുട്ട് തന്നെ നമുക്ക് വന്നു ചേരുകയാണ്. നമ്മുടെ അക്കൗണ്ട്സ് അവർ നോക്കുമ്പോൾ കാണുന്നത് എപ്പോഴും എക്സസ് ഇൻപുട്ട് ആണ്. അതാണ് ഒന്നാമത്തെ കാരണം. 2, ഷോയിങ് ഫോൾ ഇൻ ടാക്സബിൾ ടേൺ ഓവർ ഇൻ സ്പൈറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പർച്ചേസ് കണ്ടിന്യൂസ്ലി ഫോർ 2 റിട്ടേൺ പീരീഡ്സ്. അടുത്തടുത്ത 2 റിട്ടേൺ പീരീഡുകൾ ചെക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണുള്ളത്? ഇൻസ്പൈറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പർച്ചേസ്, നിങ്ങളുടെ പർച്ചേസ് 2 അടുത്തടുത്ത പീരീഡിലും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് കുറവാണ്? ഷോയിങ് ഫോൾ ഇൻ ടാക്സബിൾ ടേൺ ഓവർ. ടേൺ ഓവർ കാണിച്ചതിൽ അടുത്തടുത്ത 2 മാസം കാണിച്ചതിൽ ടേൺ ഓവർ കുറവാണ്. അതേസമയം ഏത് കൂടുതലാണ്? പർച്ചേസ് കൂടുതലാണ്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലും അവരുടെ GST ഡിപ്പാർട്ട്മെന്റ് അവരുടെ സംശയ ദൂരീകരണത്തിന് ഓഡിറ്റിന് വിളിച്ചേക്കാം. 3, ഷോയിങ് ലോ ഗ്രോസ് പ്രോഫിറ്റ് വിച്ച് ഈസ് നോട്ട് ഇൻ ട്യൂൺ വിത്ത് ദ ലൈൻ ഓഫ് ബിസിനസ്. ഷോയിങ് ലോ ഗ്രോസ് പ്രോഫിറ്റ്. നിങ്ങൾക്കറിയാം ഓരോ ബിസിനസ് ലൈനിനും അതിൻ്റെതായ ഒരു മാർജിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ആർക്കും അറിയാം, GST ഡിപ്പാർട്ട്മെന്റിനും അറിയാം. കാരണം നിങ്ങൾ ഒരു ബിസിനസ്സോ 2 ബിസിനസ്സിനെ കൊണ്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ അണ്ടറിൽ, GST ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ ആ ഏരിയയിലെ ആ ഭാഗങ്ങളിലെ ഒരുപാട് സെയിം ലൈനിലുള്ള ബിസിനസിന്റെ കണക്കുകളും കാര്യങ്ങളും അവിടെ വന്നേക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ട്രെൻഡിന് അനുസരിച്ചല്ലാതെ ഒരു കുറഞ്ഞ പ്രോഫിറ്റ് ആണ്, ലോ ഗ്രോസ് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് GST ഡിപ്പാർട്ട്മെന്റ് സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ GST ഓഡിറ്റിന് നിങ്ങളുടെ ഫയല്, നിങ്ങളുടെ കണക്ക് തിരഞ്ഞെടുത്തേക്കാം. എന്താണ്? ഷോയിങ് ലോ ഗ്രോസ് പ്രോഫിറ്റ് വിച്ച് ഈസ് നോട്ട് ഇൻ ട്യൂൺ വിത്ത് ദ ലൈൻ ഓഫ് ബിസിനസ്. ആ ബിസിനസ്സിലെ ട്രെൻഡിന് അനുസരിച്ചല്ലാതെ നിങ്ങളുടെ ബിസിനസ്, ആ ട്രെൻഡിലുള്ളവർ വേറെ GP ആണ് കാണിച്ചിരിക്കുന്നത്, നിങ്ങളോ അതിൻ്റെ ആ ട്യൂണിലല്ലാതെ ഒരു കുറഞ്ഞ പ്രോഫിറ്റ് ആണ് കാണിച്ചതെങ്കിലും നിങ്ങളുടെ ബിസിനസ് ഓഡിറ്റിന് തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. 4th, ടാക്സ് പെയർ ഹൂസ് സെയിൽ ബാർ പർച്ചേസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 1.0 ഓവർ ലാസ്റ്റ് 12 months. ഇനി ഒരു സാമ്പത്തിക വർഷം മുഴുവൻ നിങ്ങളുടെ സെയിലും പർച്ചേസും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 1.0 കുറവാണ് ത്രൂ ഔട്ട് ദ ഇയർ. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ കണക്ക് ഓഡിറ്റിന് വിളിച്ചേക്കാം. ഒരു സാമ്പത്തിക വർഷം മുഴുവൻ സെയിലും പർച്ചേസും തമ്മിലുള്ള അനുപാതം നോക്കുമ്പോൾ 1.0 കുറവാണ് അനുപാതമെങ്കിൽ നിങ്ങളുടെ കണക്ക് സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടി GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിന് തിരഞ്ഞെടുത്തേക്കാം. ടാക്സ് പെയർ ഹൂസ് സെയിൽസ് ബാർ പർച്ചേസ് റേഷ്യോ ഈസ് ലെസ് ദാൻ 1.0 ഓവർ ലാസ്റ്റ് 12 months. ഇനി 5th പോയിന്റ്, കൺസീഡിങ് സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റീസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് കമ്പയർഡ് ടു പർച്ചേസ് ആൻഡ് സെയിൽസ്. കൺസീഡിങ് സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റീസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് കമ്പയർഡ് ടു പർച്ചേസ് ആൻഡ് സെയിൽസ്. ഇനി നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പർച്ചേസും സെയിലും, അതായത് പർച്ചേസും സെയിലും മാത്രമല്ല, നിങ്ങളുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ വരവ് ചെലവുകളും തമ്മിൽ ഒരു അനുപാതം ഉണ്ടാവും, ഒരു റേഷ്യോ ഉണ്ടാവും. അതിലല്ലാത്ത രീതിയിൽ ഇത് പ്രത്യേകിച്ചിട്ട് പർച്ചേസും സെയിലും തമ്മിലുള്ള അനുപാതം അതുപോലെ തന്നെയാണ് അതും ക്ലോസിംഗ് സ്റ്റോക്കുമായിട്ടുള്ള ഒരു അനുപാതം. അപ്പോൾ ആ പർച്ചേസും സെയിലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ അനുപാതത്തിലല്ലാതെ ഒരു എന്താ പറയുന്നത്, സബ്സ്റ്റാൻഷ്യൽ ക്വാണ്ടിറ്റീസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഒരു കുറച്ച് അതിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള രീതിയിൽ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് എപ്പോഴും പർച്ചേസും സെയിലും അതിന്റെ ഒരു രീതിയിൽ തന്നെയായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവുക. അങ്ങനെയല്ല എങ്കിൽ എന്തോ ഒന്ന് നടന്നിട്ടുണ്ടെന്ന് GST ഡിപ്പാർട്ട്മെന്റ് സംശയിക്കും. ഒന്നിക്കൽ എന്തായിരിക്കാം, നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടും ആ പർച്ചേസ് റെക്കോർഡ് ചെയ്യാതെ പോവാം, പർച്ചേസ് ഇവേഷൻ ചെയ്യാം. അതേപോലെ തന്നെ സെയിൽസിലും ചില സെയിൽസുകൾ മിസ്സാക്കിയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താവും, പർച്ചേസും സെയിലും
ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് മൂന്നും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഒരു അനുപാതം അല്ലെങ്കിൽ ആ റേഷ്യോ ഒന്ന് മാച്ച് ചെയ്യില്ല. അത് ആർക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും? GST ഡിപ്പാർട്ട്മെന്റ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കോർഡിനേഷൻ ഇല്ലാതെ പർച്ചേസും സെയിലും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിൽ ഒരു ബന്ധം പുലർത്താത്ത രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, പർച്ചേസും സെയിലും അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതുവരെ യാതൊരു ബന്ധമല്ലാത്ത രീതിയിലാണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ക്വാണ്ടിറ്റി എമൗണ്ട് ഒക്കെ കാണുന്നതെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യാം? GST ഡിപ്പാർട്ട്മെന്റ് അവരുടെ സംശയം ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യാം? നിങ്ങളെ ഓഡിറ്റിന് വിളിച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തത് 6th പോയിന്റ്, വർക്ക് കോൺട്രാക്ടേഴ്സിനെയും അവർ ഓഡിറ്റിനെ വിളിച്ചേക്കാം. നോർമലി വർക്ക് കോൺട്രാക്ടേഴ്സിനും ഒരു പ്രിഫറൻസ് കൊടുക്കാം അവരുടെ കണക്ക് ഓഡിറ്റിന് വിളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 7th, മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഷോയിങ് GP ലെസ് ദാൻ 10%. മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഷോയിങ് GP ലെസ് ദാൻ 10%. ഇനി നിർമ്മാണ യൂണിറ്റുകളാണെങ്കിൽ, പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെങ്കിൽ, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണെങ്കിൽ എങ്ങനെയുള്ളത്? ഷോയിങ് GP ലെസ് ദാൻ 10%. അവരുടെ GP എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? 10% കുറവ് GP കാണിച്ച മാനുഫാക്ചറിംഗ് യൂണിറ്റിനെയും എന്ത് ചെയ്തേക്കാം? GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിന് സെലക്ട് ചെയ്തേക്കാം. 10% കുറഞ്ഞ GP കാണിക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിനെയും ചിലപ്പോൾ GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിന് വിളിച്ചേക്കാം. ഓക്കെ, അടുത്തത് 8ാമത്തത്, ഷോയിങ് സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഇൻ ട്രേഡ് പ്രാക്ടീസസ്, എക്സസീവ് സ്റ്റോക്ക് ട്രാൻസ്ഫർ, മെറ്റീരിയൽ ഡിക്ലൈൻ ഇൻ ഇന്റർസ്റ്റേറ്റ് പർച്ചേസസ്, മെറ്റീരിയൽ ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ്, സെയിൽസ് ടു എക്സ്പോർട്ടേഴ്സ്. അതായത് ഷോയിങ് സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് ഇൻ ട്രേഡ് പ്രാക്ടീസസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥാപനത്തിലെ എല്ലാ ട്രാൻസാക്ഷൻസും ഒരു ബന്ധങ്ങൾ ഉണ്ടാവാം. ഒരു സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഡീവിയേഷൻ, അതായത് നോർമൽ ചേഞ്ചസ് അത് നോർമലി സംഭവിക്കുന്നതാണ്. എന്നാൽ ബിസിനസ് ട്രാൻസാക്ഷനിലുള്ള അബ്നോർമൽ ചേഞ്ചസ് എപ്പോഴും ആര് ശ്രദ്ധിക്കും? GST ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കും. GST ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഏത് ശ്രദ്ധിക്കും? അബ്നോർമൽ ആയിട്ടുള്ള ട്രാൻസാക്ഷനിലെ ഡീവിയേഷൻസ്. നോർമൽ ഡീവിയേഷൻ ഓക്കെ, അതിന് കാരണങ്ങൾ ഉണ്ടാവും. അബ്നോർമലിന് കാരണങ്ങളില്ല എന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അതിന് വ്യക്തമായ കാരണങ്ങളും ഡോക്യുമെന്ററി പ്രൂഫും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് സത്യസന്ധമായ ഡോക്യുമെന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് അവർ ബോധ്യപ്പെടുന്നതാണെങ്കിൽ അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ അങ്ങനെയല്ലാത്ത അവസ്ഥകളിൽ അതിനൊന്നും ഉത്തരമില്ലാത്ത രീതിയിലുള്ള സബ്സ്റ്റാൻഷ്യൽ ചേഞ്ചസ്, വലിയ ബിഗ് ഡീവിയേഷൻ, അതായത് ഒരു നോർമലി അല്ലാത്ത അബ്നോർമൽ ആയിട്ടുള്ള ഡീവിയേഷൻ ആര് ശ്രദ്ധിക്കാം? GST ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കാം. അത്തരം സാഹചര്യങ്ങളിലും നിങ്ങളെ GST ഓഡിറ്റിന് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചേക്കാം, നോട്ടീസ് അയച്ചേക്കാം. ശ്രദ്ധിക്കുക. അപ്പോൾ ട്രാൻസാക്ഷനിൽ എന്തുണ്ടാകാൻ പാടില്ല? അബ്നോർമൽ ആയിട്ടുള്ള ഡീവിയേഷൻ ഉണ്ടാകാൻ പാടില്ല, സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഒരു ട്യൂൺ വിത്ത്, ഞാൻ പറയുന്നില്ല, ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ വരവ് ചെലവ് കണങ്ങൾക്കും ഒരു അനുപാതം ഉണ്ടാവും. അല്ലാതെ പെട്ടെന്നുള്ള ഹൈക്കും ജമ്പിങ്ങും ഡിക്ലൈനും ഒക്കെ ആര് ശ്രദ്ധിക്കാം? GST ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലെറ്റർ കിട്ടാനുള്ള, GST ഓഡിറ്റിനുള്ള ലെറ്റർ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ഹാവിംഗ് കോംപ്ലക്സ് ട്രാൻസാക്ഷൻ സച്ച് എസ് എക്സ്പോർട്സ്, കൺസൈൻമെന്റ് സെയിൽസ്, ബ്രാഞ്ച് ട്രാൻസ്ഫേഴ്സ് എക്സ്ട്രാ. ഇനി ചില ബിസിനസ് സ്ഥാപനങ്ങളിൽ നോർമലി ഉള്ള പർച്ചേസും സെയിലും ആയിരിക്കില്ല, അതിൻ്റെ അകത്ത് എന്തുകൂടി ഉണ്ടാവും? ചില കോംപ്ലക്സ് രീതിയിലുള്ള ട്രാൻസാക്ഷൻ ഉണ്ടാവാം. ഉദാഹരണത്തിന് എക്സ്പോർട്സ്, കൺസൈൻമെന്റ് സെയിൽസ്, ബ്രാഞ്ച് ട്രാൻസ്ഫർ. അത് ചില അവരുടെ കണക്ക് നോക്കുമ്പോഴെന്ന് എക്സ്പോർട്ട് കുറേ എക്സ്പോർട്ടുകൾ കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്തിട്ട്. ഇനി അതുപോലെ തന്നെ കൺസൈൻമെന്റ് സെയിൽ, കൺസൈന് പല ഭാഗത്തും കൺസൈൻമെന്റ് സെയിൽ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അക്കൗണ്ട്സിൽ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ്. ഇനി ബ്രാഞ്ച് ട്രാൻസ്ഫർ, ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ കണക്ക് നോക്കുമ്പോഴേക്ക് ചില ബ്രാഞ്ചുകളിലേക്ക് അയച്ചതായിട്ട് കാണും. അപ്പോൾ നോർമലി ഉള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല, കുറച്ച് കോംപ്ലക്സ് നേച്ചറിലുള്ള ട്രാൻസാക്ഷൻ ഉള്ളവരെയും GST ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാം? അവരുടെ സംശയം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് GST ഓഡിറ്റിന് വിളിച്ചേക്കാം, നോട്ടീസ് അയച്ചേക്കാം. ഓക്കെ, ഇനി 10ാമത്തത്, ബേസ്ഡ് ഓൺ തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ലൈക്ക് ബാങ്ക്സ്, ഇൻകം ടാക്സ്, അതർ സോഴ്സസ്, അതർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ബേസ്ഡ് ഓൺ തേർഡ് പാർട്ടി ഇൻഫർമേഷൻസ് ലൈക്ക് ബാങ്ക്സ്, ഇൻകം ടാക്സ്, അതർ സോഴ്സസ്, അതർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. നിങ്ങൾക്കറിയാം, ഇപ്പോഴും കാലഘട്ടം മാറി. ഫേസ്ലെസ് അസസ്മെന്റ് വരെ എത്തി നിൽക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വലിയൊരു ചേഞ്ചസിനുള്ള മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ GST ഓഡിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
ഈ ലോക്ക്ഡൌൺ പീരീഡിന് മുമ്പ് കുറച്ച് പാർട്ടിക്കൊക്കെ ഈ GST ഓഡിറ്റിനുള്ള ലെറ്റർ കിട്ടിയിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ഈ ലോക്ക്ഡൌൺ പീരീഡ് അല്ലെങ്കിൽ കുറച്ചധികം പാർട്ടിക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. കാരണം ഓഡിറ്റ് മാനുവൽ വായിച്ചതിൽ നിന്ന് മനസ്സിലായത് അതാത് ഒരു 70% ആൾക്കാരെങ്കിലും ഇതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കാൻ ചാൻസസ് ഉണ്ട് എന്നാണ്. ആ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഒരു 70% അതാത് കമ്മീഷണർ റേറ്റിന് കീഴിലുള്ള 70% ടീമിനെയെങ്കിലും പാർട്ടിയെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളെയെങ്കിലും ഈ GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തേക്കാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ 70% എന്ന് പറയുന്നത് ഒരു വലിയൊരു പെർസെന്റേജ് തന്നെയാണ്. അപ്പോൾ കൂടുതൽ സ്ഥാപനങ്ങൾ ഇതിന്റെ കവറേജിലേക്ക് വരും. ഇപ്പോഴ് എന്ന് പറയുന്നത് അതായത് ഒരു കണക്കുകളൊക്കെ ഒരു കണ്ണാടിച്ചില് പോലെയായി. ഇപ്പോഴും പാൻ നമ്പറും GST നമ്പറും മറ്റുള്ള കാര്യങ്ങളൊക്കെ മൊബൈൽ നമ്പറൊക്കെ ലിങ്ക് ചെയ്തു. അപ്പോൾ എവിടെ പോയിട്ട് എന്ത് കൊടുത്തു കഴിഞ്ഞാലും എല്ലാ ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിന് ഇത്തരം ഇൻഫർമേഷൻ ഒന്നും കളക്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ടാക്സ് പേയേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ എല്ലാ ഇൻഫർമേഷനും കൈമാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും GST ഡിപ്പാർട്ട്മെന്റും അതെല്ലാം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും. എനിക്കൊന്ന് ഈ സ്ഥല കച്ചവടമൊക്കെ നടക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഇൻഫർമേഷൻ, പ്രത്യേകിച്ച് ബാങ്കിൽ നിന്നൊക്കെ വലിയ ട്രാൻസാക്ഷൻ മുഴുവൻ എല്ലാ ഡീറ്റെയിൽസും ഇൻകം ടാക്സും GST ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ കൈമാറുകയാണ്. അതുകൊണ്ട് ഇത് തന്നെ ഇത്രയും സാങ്കേതിക വിദ്യ ഇത്രയും വിപുലമായ കാലഘട്ടത്തിൽ ഫേസ്ലെസ് അസസ്മെന്റ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴേക്ക് ക്ലയന്റിന്റെ ഒരു ഇൻഫർമേഷൻ തപ്പിയെടുക്കുക എന്നുള്ളത് പഴയ പോലെ വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നുമല്ല. ഇൻകം ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ഇൻഫർമേഷൻസ് ലൈക്ക് ബാങ്ക്, വെറുതെ പറയുന്നത് ബാങ്ക്, ഇൻകം ടാക്സ്, അതർ സോഴ്സസ്, അതർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ബാങ്ക്, ഇൻകം ടാക്സ് എന്ന് കിട്ടും, അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്നൊക്കെ എല്ലാം നിങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷനും. ഇപ്പോഴും എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രകാരം ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴും നമ്മൾ IT ഫയൽ ചെയ്യുന്ന സമയത്ത് 26AS എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് നിന്ന് പ്രിന്റ് എടുക്കാറുണ്ട്. 26AS എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാൻ നമ്പർ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് നോർമലി ആയിട്ട് നമ്മൾക്ക് ലഭിക്കാറുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇനി അത് 26AS എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ജാതകം തന്നെയായി മാറാൻ പോവുകയാണ്. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കാരണം ആധാറും പാനും ഇല്ലാതെ ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. വലിയ ട്രാൻസാക്ഷൻ മുഴുവൻ അത് ഉപയോഗിച്ചിട്ടേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഏതിൻ്റെ അത് വരും? 26ASൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. അത് ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതകം തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്ക് എത്ര ടാക്സ് ഡ്യൂ ഉണ്ട്, എത്ര ടാക്സ് അടച്ചു, എത്ര ടാക്സ് പെൻഡിങ് ഉണ്ട് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻസും. അതായത് ഇനിയിപ്പോൾ നിങ്ങളൊരു ലോണിന് പോകുന്നുണ്ടെങ്കിൽ, ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ, ബാങ്ക് മാനേജർക്ക് ഇനി സിമ്പിൾ ഒരു കാര്യമാണ്. നിങ്ങളോട് പറയും 26ASന്റെ കോപ്പി ഒന്ന് കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത്, അതായത് ജാതകം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാതകം തന്നെയാണ് എല്ലാ ഇൻഫർമേഷനും. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അത് നോക്കിക്കൊണ്ട് തന്നെ ബാങ്ക് മാനേജർ അവിടെ നിന്ന് തീരുമാനിക്കും ഇദ്ദേഹത്തിന് ലോൺ കൊടുക്കണോ വേണ്ടയോ. കാരണം അതിൻ്റെ അകത്ത് എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും. അപ്പം അത്രയും ഒരു ഡീറ്റെയിൽ. മാത്രമല്ല ആ 26AS എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഇയർ എൻഡിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴൊക്കെയാണ് അത് സാധാരണ നോർമലി പ്രിന്റ് എടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ എന്തൊട്ടിട്ട് അങ്ങനെയല്ല. നിങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിന്റെ ഏത് സമയത്ത് വേണമെങ്കിലും അത് വെരിഫൈ ചെയ്യാം, ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആ സമയത്തുള്ള നിങ്ങളുടെ ഏതെല്ലാം ട്രാൻസാക്ഷൻ ആണോ ആ പൊസിഷനൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അന്നേരം നടന്ന ആ പീരീഡ്, ആ കാലയളവിൽ നടന്ന എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ അത്രയും ചുരുങ്ങിയിട്ട് ഞാൻ പറയാം, ഇനി കണ്ണാടി ചില്ല് പോലെയാണ്. മുമ്പ് നമ്മൾ സെയിൽ ടാക്സ്, പണ്ടത്തെ കാലഘട്ടത്തിൽ സെയിൽ ടാക്സിന് ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, ഇൻകം ടാക്സിന് ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം. ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിൻ്റെ അകത്തായിരിക്കാം, മാനുവലായിട്ട് ബുക്കിൽ എഴുതിയതായിരിക്കാം. അവരുടെ കയ്യിലും എന്തായിരിക്കും, കുറെ ബുക്സ് രജിസ്റ്ററിലായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി തൊട്ടിട്ട് അങ്ങനെയല്ല. സാങ്കേതിക വിദ്യ വളരെയധികം പുരോഗമിച്ചു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ലാസ്റ്റ് വന്ന അഡ്വാൻസ് ടാക്സിനുള്ള പേപ്പറിലടക്കം നിങ്ങളുടെ ലാസ്റ്റ് 3 മാസത്തെ GSTയിലെ ടേൺ ഓവർ ഇത്രയാണ്,
അഡ്വാൻസ് ടാക്സ് ഇത്ര അടച്ചാൽ മതിയോ, കുറച്ച് ഇനി കൂട്ടി അടക്കണ്ടേ, കാരണം ഇത്രയും ടേൺ ഓവർ ഇത്ര ഇങ്ങനെയല്ല ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അഡ്വാൻസ് ടാക്സിന്റെ ലെറ്റർ തന്നെ വരുന്നത്. അതായത് ടേൺ ഓവർ നമ്മൾ GST ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിച്ച ടേൺ ഓവറിന്റെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ടാണ് അഡ്വാൻസ് ടാക്സിനുള്ള ലെറ്റർ വരെ നമുക്ക് വരാൻ തുടങ്ങുന്നത്. അപ്പൊ അത്രയും പുരോഗമിച്ചു ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഈ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത് അത്രയും പുരോഗമിച്ച ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ കണ്ണാടിച്ചില്ല് പോലെയുള്ള ഈ കാലഘട്ടത്തിൽ ഇനി നിങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഒളിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീടുള്ള നിരന്തരമായിട്ടുള്ള ഒരു തലവേദനക്ക് കാരണമാവും. ഒരിക്കലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അത്രയും പുരോഗമിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞ GST ഓഡിറ്റിനെ സെലക്ട് ചെയ്യപ്പെടാൻ അതും കാരണമാകാം. ഏതൊക്കെ? ബേസ്ഡ് ഓൺ തേർഡ് പാർട്ടി ഇൻഫർമേഷൻസ് ലൈക്ക് ബാങ്ക്സ്, ഇൻകം ടാക്സ്, അതർ സോഴ്സ്, അതർ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. അങ്ങനെ പുറത്തുനിന്നുള്ള തേർഡ് പാർട്ടി ഇൻഫർമേഷൻ ഉപയോഗിച്ച്, വിവരങ്ങൾ ഉപയോഗിച്ചും നിങ്ങളുടെ ഫയലുകൾ, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഫയലുകൾ ഓഡിറ്റിന് GST ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തേക്കാം. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ലോക്കൽ ഇന്റലിജൻസ് ഓർ സീരിയസ് കംപ്ലൈൻസ് ഫ്രം ദി പബ്ലിക്. ഇനി എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എന്തുണ്ട്? ലോക്കൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ സീരിയസ് കംപ്ലൈൻസ് ഫ്രം ദി പബ്ലിക്. ഇനി പൊതുജനങ്ങളിൽ നിന്ന് ഗുരുതരമായ ഗൗരവപരമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിലും എന്ത് സംഭവിക്കാം? നിങ്ങളുടെ കണക്ക് GST ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റിന് വിളിച്ചേക്കാം. ശ്രദ്ധിക്കുക. ഓക്കെ. 12th, ഡീലിംഗ് ഇൻ ഇവേഷൻ പ്രോൺ കമ്മോഡിറ്റീസ് ഷോയിങ് ലെസ് ഗ്രോത്ത് ബൈ 10% ഫ്രം ആവറേജ് ഗ്രോത്ത് റേറ്റ് ഇൻ ദാറ്റ് ഏരിയ ഓഫ് സർക്കിൾ ജൂറിഡിക്ഷൻ. ഡീലിംഗ് ഇൻ ഇവേഷൻ പ്രോൺ കമ്മോഡിറ്റീസ്. ഇനി ചില ഇവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മോഡിറ്റീസുമായിട്ടുള്ള ബിസിനസ് ആണ് നിങ്ങളതെങ്കിൽ, ഷോയിങ് ലെസ് ഗ്രോത്ത് ബൈ 10% ഫ്രം എ ആവറേജ് ഗ്രോത്ത് റേറ്റ് ഇൻ ദാറ്റ് ഏരിയ ഓഫ് സർക്കിൾ ജൂറിഡിക്ഷൻ. ഇനി ആ സർക്കിൾ ഓഫ് ജൂറിഡിക്ഷനിൽ കുറച്ച് നല്ല രീതിയിൽ ബിസിനസ് കാണിക്കുന്ന ആ ഒരു കമ്മോഡിറ്റിയിൽ നിങ്ങൾ ആ GP അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള വരുമാനം കുറച്ച് കാണിക്കുന്നതാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഓക്കെ, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നതാണെങ്കിൽ അത് തെറ്റി. കാരണം എന്താ? ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ ഒരുപാട് അതേ ലൈനിലുള്ള ബിസിനസ് സ്ഥാപനങ്ങളുടെ ഡാറ്റാസ് കയ്യിലുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഏത് ബിസിനസ് ആകട്ടെ, ടെക്സ്റ്റൈലിന്റെ ആകട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസിനസ് ബിൽഡിംഗ് കമ്മോഡിറ്റീസ് അതിൻ്റെതാകട്ടെ, ഏത് ലൈൻ ഓഫ് ബിസിനസ് ആവട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് യൂണിറ്റിന്റെ ഡീറ്റെയിൽസ് ആരുടെ കയ്യിലുണ്ടാവും? GST ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ടാവും. അവരൊക്കെ എത്രയാണ് GP കാണിച്ചിരിക്കുന്നത്, NP കാണിച്ചിരിക്കുന്നത്, അവരുടെ പർച്ചേസ് എത്ര, ടേൺ ഓവർ എത്ര, അത് തമ്മിലുള്ള അനുപാതം എത്ര, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻഡിച്ചറിലെ അനുപാതം എത്ര എന്നൊക്കെ അവർക്ക് നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതും നമ്മളതും കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഡീവിയേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും GP ഒക്കെ കുറച്ചിട്ടാണ് നമ്മുടെ ഇതിൽ വന്നിട്ടുള്ളതെങ്കിൽ, അപ്പോൾ ആർക്ക് സംശയം വരാം? GST ഡിപ്പാർട്ട്മെന്റിന് സംശയം വരാം. ആ സംശയം ദൂരീകരിക്കുന്നതിന് വേണ്ടി, കാരണം ഞാൻ ഇതൊക്കെ ദൂരീകരിക്കുന്നത് എന്ന് പറയാൻ കാരണം എന്ത് ചെയ്യാം, ചിലപ്പോൾ ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. അപ്പോഴങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എന്തുണ്ടായിരിക്കണം? അതിന് സത്യസന്ധമായിട്ടുള്ള ഒരു പ്രൂഫും ന്യായീകരണം ഉണ്ടെങ്കിൽ വിഷയമില്ല. അല്ലാത്ത കേസിൽ അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടും. അപ്പോൾ അങ്ങനെ കുറച്ചിട്ടൊന്നും, അങ്ങനെ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ സംശയം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് GST ഡിപ്പാർട്ട്മെന്റ് അത്തരം അവസരങ്ങളിലും നിങ്ങളുടെ കണക്ക് ഓഡിറ്റിന് വിളിച്ചേക്കാം. ഓക്കെ. അടുത്തത് ലാസ്റ്റ് 13 പോയിന്റ്, റിട്ടേൺ ഡിഫോൾട്ടേഴ്സ് ആൻഡ് ക്യാൻസൽഡ് ടാക്സ് പേയേഴ്സ്, രജിസ്ട്രേഷൻ ക്യാൻസൽഡ് ടാക്സ് പേയേഴ്സ് ഹാവിംഗ് ആക്റ്റീവ് ട്രാൻസാക്ഷൻ ആസ് പെർ GSTN ഡാറ്റ. ഇനി റിട്ടേൺ ഡിഫോൾട്ടേഴ്സ്, മന്ത്ലി നിങ്ങൾ GSTR 1ഉം 3B ഒക്കെ ഫയൽ ചെയ്യണം. ചില ആൾക്കാർ എന്ത് ചെയ്യും, അത് ട്രാൻസാക്ഷൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവും, എന്തെങ്കിലും മന്ത്ലി റിട്ടേണുകളൊക്കെ ഒന്നും ഫയൽ ചെയ്യില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിന്ന് എവിടെ നിന്നായിട്ടും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസ് അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ആക്റ്റീവ് ട്രാൻസാക്ഷൻ അവർ കണ്ടെത്തുക. അതേപോലെ തന്നെ എന്താണ് ക്യാൻസൽഡ്, രജിസ്ട്രേഷൻ ക്യാൻസൽഡ് ടാക്സ് പേയേഴ്സ്. ചില ആൾക്കാർ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്തെങ്കിലും ഒരു സൈഡിലൂടെ എന്തുണ്ടാവും, അതിനു മുമ്പും ക്യാൻസൽ ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷമൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ള കേസുകളിലും ആർക്ക് ഡീറ്റെയിൽസ് കിട്ടും? GST ഡിപ്പാർട്ട്മെന്റിന് ഡീറ്റെയിൽസ് കിട്ടും. അത്തരം സന്ദർഭങ്ങളിലും നിങ്ങളുടെ കണക്ക് അങ്ങനെ എന്തെങ്കിലും തെറ്റായ റൂട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ GST ഡിപ്പാർട്ട്മെന്റ് GST ഓഡിറ്റിന് വേണ്ടി നിങ്ങളുടെ ബുക്സ്
വിളിച്ചേക്കാം, നിങ്ങൾക്ക് നോട്ടീസ് അയച്ചേക്കാം. ഇതാണ് 13 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഈ പോയിന്റുകൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആൻഡ് കമ്മീഷണർ സ്റ്റേറ്റ് GST ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജേണലിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നിങ്ങൾ കേട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പരമാവധി ഇത്രയും വിശദമായിട്ട് ഈ പോയിന്റുകൾ ചർച്ച ചെയ്തത് ഇത്തരം സന്ദർഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുമ്പേ, അതായത് നമ്മുടെ തന്നെ ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറയാം, ഈ ഇതുവരെയുള്ള കണക്കുകളുടെ ലോകം രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. കാരണം മുമ്പേ പലതും നടന്നിട്ടുണ്ടാവുമായിരിക്കുന്നു, പ്രത്യേകിച്ച് GSTയുടെ കടന്നുവരവോടുകൂടി. അതിനുശേഷം ഈ ഫേസ്ലെസ് അസസ്മെന്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള, അതായത് ഇനി ആൾക്കാരുടെ ഇടപെടലുകൾ, ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലുകൾ കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴേക്ക് ഈ ടാക്സ് ലോകത്തിന് 2 ഭാഗമായി വിഭജിക്കാം. അതായത് ഇതിന്റെ ഈ സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ GSTന്റെ വരവിന് മുമ്പേയുള്ള അക്കൗണ്ട്സ് പീരീഡും അതിനുശേഷമുള്ളതും. കാരണം മുമ്പ് പലതും ചെയ്തിട്ടുണ്ടാവാം, പല തരത്തിലുള്ള കണക്കും കീപ്പ് ചെയ്തിട്ടുണ്ടാവാം, 2-3 കണക്കുകളല്ല പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം. ഇനി തൊട്ടിട്ട് ഇതൊന്നും നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇനിയെല്ലാം കണ്ണാടി ചില്ല് പോലെയായി. ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചിടത്തോളം ഇനി എല്ലാ എറേഴ്സും, മീൻസ് തെറ്റുകൾ അറിയാതെ പറ്റിയതുണ്ടാവും, അറിഞ്ഞു പറ്റിയതുണ്ടാവും. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാ ടാക്സ് പേയേഴ്സും വളരെയധികം ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ഏതെല്ലാമാണ് ഇതിന്റെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. അത്രയും ഡോക്യുമെന്റ്സ് വിത്ത് പ്രൂഫോട് കൂടിയിട്ട്, പ്രത്യേകിച്ചിട്ട് ഇൻപുട്ടിന്റെ കേസിലൊക്കെ എല്ലാ ഡോക്യുമെന്റ്സ് വളരെ വ്യക്തമായിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്തരം GST ഞാൻ പറഞ്ഞല്ലോ 70% ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. ഇപ്പം പലപ്പോഴും വലിയ സ്ഥാപനങ്ങൾക്ക് ഇനിയിപ്പം ഇത് മാത്രമാണ് കാരണം എന്നില്ല, ഇതല്ലാതെ. കാരണം 70% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് വലിയൊരു കവറേജ് ആയി. അപ്പൊ വലിയ സ്ഥാപനങ്ങളെ എന്തായാലും അവര് GST ഓഡിറ്റിന് വിളിച്ചേക്കാം. അപ്പോൾ ഇത്തരം എല്ലാവരും ഈ കാര്യങ്ങൾ, അതായത് ഈ തെറ്റായിട്ടുള്ള ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചെന്നുപെടാതെ സ്വയം ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.